ബുദ്ധിയെ മയക്കി കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന്. ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് സ്വാധീനിക്കുന്നത്. ബുദ്ധി മയക്കി കിടത്തിയ എന്താ ഉള്ളത്? പ്രതിഭകൾ ഇല്ലാതെയാവും. ഈ ഉൾനാടുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ല, അങ്ങാടികളിലൊക്കെ ഇപ്പോൾ വേറൊരു സംഭവം എത്തിയിട്ടുണ്ട്. അതെന്താ പറയുക നിങ്ങൾ? ഇപ്പം ഞാനിങ്ങനെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഹൈവേ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. പല ഹൈവേയിലുള്ള പള്ളികളിലും മദ്രസകളിലൊക്കെ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വേണ്ടി ചെല്ലും. അപ്പോൾ ഈ അങ്ങാടികളിലൊക്കെ പുതിയൊരു പരിപാടി വന്നിട്ടുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടികളൊക്കെ 3, 4, 5 കുട്ടികൾ കൂടിങ്ങാണ്ട് അങ്ങാടിയിൽ റൂം വാടകയ്ക്ക് എടുക്കുക. ചിലയിടത്തൊക്കെ ക്ലബ്ബ് എന്ന് പേരിടും, ചിലയിടത്ത് ആ പേരും ഉണ്ടാവില്ല. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ക്ലബ്ബുകളെ കുറിച്ച് ആക്ഷേപമല്ല കേട്ടോ ഞാനീ പറയണത്. ക്ലബ്ബ് എന്ന് പേരിട്ടോണ്ടൊരു സംഗതി മോശമാവൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പോരുന്ന സമയത്ത് അവിടെ കണ്ടു ബേബീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തുണിങ്ങുപ്പായും കിട്ടുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ക്ലബ്ബ് എന്ന് പേരായതുകൊണ്ട് സംഗതി മോശമാവുമൊന്നുമില്ല. ഞാൻ പേരിട്ടില്ല എന്ന് എഴുതിയിട്ട് നന്നാവില്ല. അങ്ങാടികളിലൊക്കെ ഇപ്പോൾ കാണുന്ന വലിയൊരു പ്രവണതയാണ് 5ഉം 10ഉം കുട്ടികൾ കൂടിങ്ങാണ്ട് ഒരു റൂം വാടകയ്ക്ക് എടുക്കുക. എന്നിട്ട് പെരേക്ക് മുളയില്ല, ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. +1 ഇങ്ങനെയാണ്ട് പോയി, പക്ഷെ പരീക്ഷ എഴുതൂല. +2ക്ക് തീരെ പോവില്ല, പഠനം നിർത്തി. എന്നിട്ട് ബ്രോസ്റ്റും 65ഉം അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് തിന്നുക. അതിന് കായില്ലെങ്കിൽ വാർപ്പിൻ്റെ പണിക്ക് പോവുക. പഠനം അതോടുകൂടി അവസാനിച്ചു. ഇനി വാർപ്പിൻ്റെ പണി കൊണ്ട് വേണ്ടത്ര പൈസ കിട്ടണില്ലെങ്കിൽ ലഹരി വിൽപ്പനയിലേക്ക് നീങ്ങുക. എന്നിട്ട് ഓർക്ക് വേണ്ടതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ഈ 8-10 ആൾക്കാർ ഓരോ റൂമിൽ. മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിയുടെയും ഇടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ ആ നാട്ടുകാരനോട് പറഞ്ഞു, ഈ അങ്ങാടിയിൽ 25 റൂം അങ്ങനത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓരോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, 25 റൂം അങ്ങനത്തെ ഉണ്ടെങ്കിൽ 25 പൈസക്കാർ അത് വാടക കൊടുത്തിട്ടുണ്ട്, ഓനും കുട്ടികളുണ്ട്. 25 റൂം അങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങാടിയിൽ ബിൽഡിങ്ങിലെ 25 മുതലാളിമാർ ആ കുട്ടികൾക്ക് വാടക കൊടുത്തിട്ടുണ്ടല്ലോ. ആ വാടക വാങ്ങിങ്ങാണ്ടേ അവനാന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് സ്വാലിഹാകണം, മരിച്ചോടത്ത് ഓതണം, കബറിങ്ങക്ക് വരണം എന്ന് പറഞ്ഞങ്ങാണ്ട് പള്ളിക്കൊക്കെ 1100 റുപ്യ കൊല്ലത്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വരുമാനം പറ്റുമോ നോക്കണ്ടേ എങ്ങനത്തെ വരുമാനാണ് എന്ന്. അപ്പൊ അങ്ങാടിയിൽ വാടകയ്ക്ക് റൂമുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികളെടുത്തു എന്നുള്ളത് ശരിയാണ്, കൊടുത്ത ആളും കൂടി ഉണ്ടല്ലോ, കൊടുത്ത ആളുണ്ടല്ലോ. ആ കൊടുത്ത പൈസ കൊണ്ട് ഓന്റെ കുട്ടികളെ നോക്കിയുണ്ടല്ലോ, അത് എവിടുക്കെത്തുക? സമൂഹം ഇന്ന് കേടുവരുന്നതിന്റെ മർമ്മപ്രധാനമായ കാരണം വരുമാനം കേടുന്നതാണ്, വേറൊന്നുമല്ല. പറയാതിരുന്നിട്ട് എന്താ കാര്യം? പൈസക്കൊരു കുഴപ്പമില്ല കേട്ടോ, പണത്തിന് ഞാൻ അതിലല്ല. എല്ലാവരും നല്ലോണം പൈസ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കണം, പൈസക്കല്ല ശരിക്കും കുഴപ്പം. മുഹമ്മദ് നബി പൈസക്കാരനാന്ന് വല്ലാഹ സൂറത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണക്കാരനായിരുന്നു എന്ന് വല്ലാഹ സൂറത്തിലുണ്ട്. ആര് തെരഞ്ഞു നോക്കിയാലും കാണും, എവിടെയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തെരഞ്ഞു നോക്കിക്കോളി, കണ്ടില്ലെങ്കിൽ അപ്പം ബന്ധപ്പെട്ടാൽ മതി, അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പൈസക്കാരനായിരുന്നു, പണ്ട് പൈസ കുറവുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ വലിയ മുതലാളിയായി എന്ന് വല്ലാഹ സൂറത്തിൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ ടെൻഷൻ അനുഭവിച്ചു. ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് വല്ലാഹ വല്ലൈലി. ഒരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി, ചെറിയൊരു ടെൻഷൻ എന്ന് നമ്മളെ ഭാഷയിൽ പറയാണ്. അതേസമയത്ത് നബി തങ്ങൾ ആപേക്ഷികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ടെൻഷൻ ആയിക്കോണമെന്നില്ല, നമ്മളെ ഭാഷയെ പറയുമ്പോൾ അതാണെന്നേ ഉള്ളൂ. ആ സമയത്ത് നബി തങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് വല്ലാഹ വല്ലൈലി ഇദാ സജ മാ വദ്ദക റബ്ബുക വമാ അഖല. ളുഹാ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല എന്ന് തൽസമാത്തിന്റെ കിതാബിലുണ്ട്. ളുഹാ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല. ഒക്കെ കൂടിയും തമ്മിൽ ഇങ്ങനെ കുറെ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും ഇതെന്നെ സംഗതി. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും നബി തങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടും ഇറങ്ങിയതാണ് വല്ലുഹാ സൂറത്ത്. അതിൽ നബിയെ നിങ്ങൾ പൈസക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ പിന്നാക്കം പോന്നാൽ ആർക്കാ പൈസ കുറവുണ്ടായിട്ടുള്ളത്? ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുണ്ടായിരുന്നു.
ഒരിക്കൽ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങളെ കപ്പല് കൊള്ളക്കാർ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് കഴിഞ്ഞേക്കിന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആ പിടിച്ച കപ്പൽ ഇങ്ങളതല്ല വേറെ ആരതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതെന്തിനപ്പം ഞാൻ പറഞ്ഞു എന്നറിയാം, നിങ്ങൾ കപ്പൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. റസൂലുള്ളാഹി 470 ഹിജ്റ 470 മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടം. ഹിജ്റ 470 25-ാമത്തെ വയസ്സിൽ ആദ്യമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 25-ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. 25 കൊല്ലം ഉമ്മാന്റെ അടുത്ത് നാട്ടിലായിരുന്നു. 25 വയസ്സിന് ശേഷം നാട് വിട്ടു. നാട് വിട്ടിട്ട് ആദ്യമായി ആരംഭിച്ചത് കച്ചവടമായിരുന്നു. റോഡ് സൈഡിൽ വെള്ളക്കച്ചവടമായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ വീണ്ടും 25 കൊല്ലം കച്ചവടവും പഠനവുമായി നടന്നു. 50 വയസ്സ് 40 കൊല്ലം വയല് പറഞ്ഞു, അപ്പോഴും കച്ചവടമുണ്ട്. 90 വയസ്സ് വരെ ജീവിച്ചു. മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ 40 ഇറ്റാണ്ടോളം വയല് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ചു. 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങി. നല്ല പൈസക്കാരനായിരുന്നു. പൈസക്കല്ല കുഴപ്പം, പൈസ കൈകാര്യം ചെയ്യുന്ന മനസ്സിനാകുന്നു പ്രശ്നം. പൈസക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പൈസ കൈകാര്യം ചെയ്യണ മനസ്സ് കേടന്നാല് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പൈസ ഉണ്ടാവണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഉണ്ടാക്കണം, പക്ഷെ എന്താ വെച്ചാൽ സൂക്ഷ്മത പാലിക്കണം. സമ്പത്ത് കേടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. എന്താ സമ്പത്ത് കേടുവരാന്ന് പറഞ്ഞാല് യത്തീമിന്റെ മുതൽ അപഹരിച്ചത് ബർക്കത്തുണ്ടാവില്ല. അത് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ കേടുവരും. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്യാപ്പോ വഖഫ് ചെയ്തു തരുന്നു. പിന്നെ നോക്കുമ്പോ റിക്കാർഡൊന്നും കാണാനില്ല. റിക്കാർഡില്ലാതെ തരൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാലേ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താലും ഒരു നേരാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ. സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ എടുത്തത്, സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തുകൊണ്ടേറ്റ് വിറ്റിക്കുക. സ്ത്രീകളുടെ ആഭരണം എടുക്കാം, പക്ഷെ നല്ലോണം സമ്മതം വേണം. വാപ്പ മരിച്ചിട്ട് മുതലോരിക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചറിയാണ്, കുട്ടികളെ ഇമ്മാക്ക് റോഡ് സൈഡിന്റെ ആ ചാരിയിട്ടൊരു 3 സെന്റും കൂടി ഏറെ അളന്നിട്ടാളി. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെട്ടോ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഖത്തർക്ക് പോണ അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല. ആണെങ്കിൽ ഇപ്പൊ അതിന്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ. തൃപ്തിപ്പെട്ട് കൊടുത്തതിന്റെ കണക്ക് പറയാൻ പാടില്ല. ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വാതരാനൊക്കെ ചെന്നാല് ആൾക്കാർ വന്നിട്ട് പറയും, ഈ പള്ളിപ്പറമ്പൊക്കെ എൻ്റെ വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതാണ്. ഓന്റെ വല്യാപ്പാക്ക് തന്നെ അതിൽ അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓന് തീരെ അവകാശമില്ല. പിന്നെന്താ പറയേണ്ട ആവശ്യം? വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതോടുകൂടി അതിന്റെ അവകാശം നീങ്ങി, അതിന്റെ മിൽക്ക് അള്ളാഹുവിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഓന്റെ വല്യപ്പാക്ക് അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓൻ ഒട്ടും അവകാശമില്ല. പിന്നെ എന്തിനത് കാണുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യം? ഇതൊക്കെയാണ് നമ്മളെ പരിപാടി പറയണത്. അതിന്റെ സംഗതി വല്യാപ്പാന്റെ വാപ്പ അന്ന കൊടുത്തതേ അത്രയിട്ടൊന്നും കൊടുക്കേണ്ടിന്നില്ല എന്ന് മനസ്സിലുള്ള അതാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നതൊക്കെ എൻ്റെ വാപ്പ കൊടുത്തത്, വല്യാപ്പ കൊടുത്തതാണ്. ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിരിക്കുന്നുണ്ട്. എന്ന മാതിരിയാണ് മുതലൊരുക്കുമ്പോൾ പെണ്ണുങ്ങളെ വർത്താനം. അപ്പൊ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസമാണ്. അതേസമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കൊത്തൂല. ഇതന്നെ സംഗതി. പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത്, പലിശന്റെ പൈസ കൊണ്ട് ഇടപാട് നടത്തിയത് ബർക്കത്തുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ അങ്ങാടിയിലെ 4 പീഡിയ റൂമും
വാടക കിട്ടാനുള്ള 2 കോട്ടേഴ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. മെലിഞ്ഞിട്ട് മേശന്റെ അടി കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ. ഇന്നെങ്ങനെ കുട്ടികൾ വരാകാം? അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ പറയാനുള്ളത് പറയും, വരുമാനം കേടുവന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. 5 വക്തിനും പള്ളിക്കണ്ട്, സുബഹിക്ക് മുടങ്ങാതെ ഉണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിട്ടേ ചൈനന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുക. അങ്ങനെ ഉണ്ടാക്കിയ മുതല് നേരാവൂല, അത് തിന്ന കുട്ടികൾ നേരാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 990 ഉറുപ്പ്യ വാങ്ങിങ്ങാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ്. 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ്. പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എങ്ങനെയാലും ഉണ്ടാക്കിയാൽ മക്കൾ കേടുവരും.